എല്ലാവർക്കും കാണുമല്ലോ ഒരു കംഫർട്ട് ഫുഡ്. അപ്പോൾ അത് കഴിച്ചതിൻ്റെ സംതൃപ്തിയാണ് കേട്ടോ എൻ്റെ മുഖത്ത്. സംഭവം വളരെ സിമ്പിളാണ്. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണിത്. പിന്നൊരു കാര്യം, ഇതിനുപയോഗിക്കുന്ന മോര് നല്ലതല്ലെങ്കിൽ ഈ കറി ആകെ മോശമാവും കേട്ടോ. അപ്പോൾ മോരിൻ്റെ പുളിയൊക്കെ കറക്റ്റാണ്. കേടുവരാത്ത മോരൊക്കെ നോക്കിയെടുക്കുക. പലപ്പോഴും എനിക്ക് അങ്ങനെ പാളിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല നാടൻ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് കടുകും വറ്റൽമുളകും പൊട്ടിക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ചേർത്ത് അതൊന്ന് വഴന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മോരിൻ്റെ പുളിയൊക്കെ അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ആ മോരും കൂടെ അതിനകത്ത് ഒഴിച്ചാൽ കറി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ മോര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിള വരുന്നതിന് മുൻപ് തന്നെ ഓഫ് ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ മോരിൽ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊക്കെ ചേർത്താൽ അതിൻ്റെ തിക്നെസ്സൊക്കെ പോവും. പിന്നെ ഒന്നുമില്ല, നമുക്ക് കഴിക്കാനേ ഉള്ളൂ. നല്ല ചൂടൻ ചോറിലേക്ക് ഉപ്പൊക്കെ ഒഴിച്ച് നമ്മുടെ ഈ കറി ഒഴിച്ച് കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ കെങ്കേമായി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇന്ന് വീട്ടിൽ വേറെ കുറേ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇവിടേക്ക് വന്നേക്കുന്നതുകൊണ്ട് തന്നെ. എന്നാലും എനിക്കിത് കഴിക്കണം തന്നെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കുറച്ച് ചോറും കുറച്ച് മോരും മതി, അതാണ് ഇപ്പം എൻ്റെ മനസ്സിന് ആഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചില്ലെങ്കിൽ എന്തോ കാര്യമായിട്ട് മിസ് ചെയ്യുന്നൊരു തോന്നലാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 95% പേർക്കും ഇത് ഉണ്ടാക്കാനും അറിയായിരിക്കും. ഇതിൻ്റെ ടേസ്റ്റും ഫെമിലിയർ ആയിരിക്കും. ഈ സംഭവം ഇതുവരെ ട്രൈ ചെയ്യാത്ത 5% പേരില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ മിസ് ചെയ്യാതെ കഴിച്ചോളൂ കേട്ടോ.